മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ നഖശികാന്തം വലിച്ചു കീറി ഒട്ടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതിൽ പ്രധാനമായും വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന തോമസ് ഐസക്ക് ഭൗതികവാദം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വൈരുദ്ധ്യാത്മക ഭൗതികവാദം ബൗദ്ധിക തലത്തിൽ പറയുന്ന ഡോക്ടർ തോമസ് ഐസക്ക് നാലാം ലോകവാദം ഇടയ്ക്കിടയ്ക്ക് നിരത്തുകയും വാഗ്ധോരണി ഉയർത്തുകയും ചെയ്യുന്ന ഡോക്ടർ തോമസ് ഐസക്ക് താൻ പറയുന്ന കാര്യങ്ങൾ അറം പറ്റും എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സൂക്ഷ്മമായി വിമർശന വിധേയമാക്കുന്നത്. ഒരു നിരീശ്വരവാദിയായ നാലാം ലോക സിദ്ധാന്തം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതിക ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് അറം പറ്റുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ശബരിമലയിലെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പറയുന്നതിനെയൊക്കെ തൃണവൽക്കരിക്കുകയും ചവറ്റുകുട്ടയിലിടുകയും ചെയ്യുന്ന ആശയം പുലർത്തുന്ന ഡോക്ടർ തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ഈ സർക്കാരും അറം പറ്റുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന ചോദ്യമാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. ഇത്തരത്തിലൊക്കെ വാക്ക് ഉപയോഗിച്ച് കാണുമ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനോട് പരിഹാസച്ചിരി ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ തരത്തിലാണ് തന്റെ മനസ്സ് എന്നുള്ളതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയെയും CPM-നെയും LDF-നെയും എന്തിന് ഡോക്ടർ തോമസ് ഐസക്കിനെ തന്നെ കളിയാക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. വിശ്വാസികളെ സവർണനും അവർണനുമെന്ന് രണ്ടായി തരം തിരിച്ച് തമ്മിൽ തല്ലിക്കാനാണ് മുഖ്യമന്ത്രി പ്രസംഗവുമായി തെരുവിലിറങ്ങിയത്. ആ പ്രസംഗത്തിൽ ഒഴിഞ്ഞ കസേരകൾ കണ്ട് പ്രസംഗം നിർത്തേണ്ടി വരികയും അതിനുശേഷം പ്രസംഗവേദിയിൽ നിന്നും പൊതുവിടത്തിൽ നിന്നും ഒളിച്ചോടി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതുന്ന ജോലിയിലേക്ക് മുഖ്യമന്ത്രിയും ഡോക്ടർ തോമസ് ഐസക്കും ഒക്കെ മാറുന്നു എന്ന ഗതികേടും രമേശ് ചെന്നിത്തല തന്റെ നിലപാടിലൂടെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ ലിംഗ അനീതി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ CPM-ഉം ഐസക്കും ഡോക്ടർ ഐസക്കും ശ്രമിക്കുന്നത് പരിപാവനമായ ശബരിമലയിൽ സ്ത്രീയുടെ ആരാധനാ സ്വാതന്ത്ര്യം ഒരിക്കലും വിലക്കിയിട്ടില്ല. മറിച്ച് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പേരിൽ പ്രായത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത്. ഇതിനെ മനസ്സിലാക്കുന്നതിന് പകരം വിശ്വാസികളെ അവർണനെന്നും സവർണനെന്നും തരംതിരിക്കുകയും വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും അതുവഴി ശബരിമലയെ തകർക്കാനുള്ള ഗൂഢ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡോക്ടർ തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും CPM-ഉം എന്നൊക്കെയുള്ള പരിഹാസം വളരെ കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രമേശ് ചെന്നിത്തല ക്രൂരമ്പായി എഴുതുന്നു ഡോക്ടർ തോമസ് ഐസക്കിനുമേ.